നമ്മൾ ഒരു ദിവസം 5 നേരം നമസ്കരിക്കുന്നവരാണോ? നമുക്ക് എന്തെങ്കിലും ചില കാരണങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ നമസ്കാരം ആക്കി കളയാറുണ്ടല്ലേ? നമുക്ക് അത്യാവശ്യമായ കാര്യങ്ങളല്ലാതെ നമ്മൾ സിനിമ കാണാൻ പോകുമ്പോൾ, കല്യാണത്തിന് പോകുമ്പോൾ, അങ്ങനെ ഒരു കല്യാണം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, പാലുകാച്ചി വന്നു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ നമസ്കാരം വെറുതെ ആക്കി കളയാറുണ്ടല്ലേ? പിന്നീട് നമസ്കരിക്കാമെന്ന് വിചാരിച്ച് ആക്കി കളയുന്നവരുണ്ട് അല്ലേ? ഞാൻ ഇതിനു മുമ്പ് 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് നമസ്കാരം ആക്കി കളയുന്നവന് നമ്മുടെ ദുനിയാവിലും ഖബറിലും വെച്ച് കിട്ടുന്ന ശിക്ഷകളെ കുറിച്ചിട്ടായിരുന്നു അല്ലേ? ഇത് നിങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ആ വീഡിയോ പോയി കാണുക. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മരണസമയത്ത് നമസ്കരിക്കാത്തവന് കിട്ടുന്ന ശിക്ഷകൾ എന്തൊക്കെയായിരിക്കുമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, നമ്മുടെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയാണ്? കൂടിയാകണോ അതോ നല്ല നമുക്ക് വേദന കുറഞ്ഞിട്ടാകണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. നമ്മുടെ പ്രവൃത്തികളാണ് നമ്മുടെ മരണം എങ്ങനെയുള്ളതായിരിക്കുമെന്ന് തീരുമാനിക്കുന്നത്. നമ്മൾ നമസ്കാരം ആക്കി കളയുന്നവരാണ് എങ്കിൽ നമ്മുടെ മരണസമയത്ത് നമ്മൾ നിന്ദനായിട്ടായിരിക്കും മരണപ്പെടുന്നത്. നമുക്ക് ഒരുപാട് വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞവൻ, വെള്ളവും ഭക്ഷണവും കിട്ടാത്ത ഒരാളുടെ വിശപ്പിൻ്റെ ഇത് നമ്മൾ നോമ്പ് പിടിക്കുന്നവരാണെങ്കിൽ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും അല്ലേ? ആ ഒരു വിശപ്പും കാഠിന്യവും നന്നായിട്ട് ഭക്ഷണവും വെള്ളവും കിട്ടാത്ത രീതിയിൽ അലഞ്ഞവനെ പോലെ ആയിരിക്കും നമ്മൾ മരണപ്പെടുക. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? മൂന്നാമത്തത്, നമുക്ക് ഒരു കടലിലെ വെള്ളം മുഴുവൻ കുടിച്ചാലും ദാഹം തീരാത്തവനെ പോലെ നമ്മൾ മരണപ്പെടും. നമ്മളിതൊക്കെ ചിന്തിക്കുന്നുണ്ടോ? നമ്മളിതൊക്കെ ചിന്തിച്ച് വേണം മരണത്തിന് മുമ്പുള്ള ജീവിതം ജീവിച്ച് തീർക്കാനായിട്ട്.